പെരുന്നാളെന്ന് തലേന്ന് അറിഞ്ഞപ്പോ തന്നെ ഇസ് മെഹന്തി ഇടുകൊണ്ട് പിന്നെ ഓൾക്ക് മെഹന്തി ഇട്ട് കൊടുത്തു, ഉമ്മമ്മക്ക് ഇട്ട് കൊടുത്തു, ബാബിക്ക് ഇട്ട് കൊടുത്തു. അന്ന് വീഡിയോ എടുക്കാൻ ഞാനും പിന്നെ രാത്രി വന്നിട്ട് ഇട്ടായിരുന്നു. അതും ഞാൻ വീഡിയോ എടുക്കാം. പിന്നെ അന്ന് രാവിലെ നേരത്തെ നീറ്റ് ഒന്ന് ഉമ്മരത്തേക്ക് വന്ന് നിക്കല് അതെപ്പോഴും. പള്ളി കുറച്ച് അപ്പുറത്തായോണ്ട് റോട്ടിൽ കൂടെ എല്ലാവരും പോണത് ഇങ്ങനെ ഒരു ഇതിലിങ്ങനെ ആരൊക്കെ പോണുണ്ട് എന്താ എല്ലാം അങ്ങനെ. പിന്നെ ഞാനും ഉമ്മയും കൂടി പെരുന്നാൾ നിസ്കരിക്കാൻ നിന്നു കേട്ടോ. പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് സ്നോബിനെ വിടാൻ വേണ്ടി മേലേക്ക് പോയി. 9 മണി കാരണം സ്നോബി അന്നും വിട്ട് എന്നെ നോക്കായിരുന്നു, എന്നെ വിളിക്കാൻ വന്നത് തന്നെ ആണോ എന്നുള്ള രീതിക്ക്. ഈദ് മുബാറക് സ്നോബി. പിന്നെ പള്ളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അസ്ലുവിൻ്റെ ഒരു വരാൻ രാവിലെ പള്ളി കഴിഞ്ഞാൽ ഒന്ന് വീട്ടിലേക്ക് വരും. അസ്ലുണ്ട് വരുമ്പോ എനിക്ക് മുല്ലപ്പൂവും കൊണ്ട് വരുന്നു. അതൊക്കെ ഒരു കാലം. ഫസ്റ്റ് അതൊക്കെ വെച്ചിട്ടൊരു നടത്തുണ്ടായി. തലേന്ന് തന്നെ ഞാനൊരു പുഡിങ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അസ്ലുവിന് എന്റെ പുഡിങ് ഭയങ്കര ഇഷ്ടാട്ടോ. അപ്പൊ അവനിക്കണേ ഞാൻ ഫസ്റ്റ് അമ്മ വരുന്നവർക്ക് പായസം കൊടുത്തിട്ടും അങ്ങനെ അത് കഴിഞ്ഞപ്പോ രാവിലത്തെ പത്തിരിയും ബീഫ് കറിയും കഴിച്ചു കേട്ടോ. പിന്നൊന്നും ഉമ്മമാർക്ക് പോയി സുട്ടുവിനെയും ഇസുവിനെ കാണാൻ വേണ്ടി പോയതാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ മാമി ഇസുവും കൂടി വീട്ടിൽ വന്നു കേട്ടോ, സ്നോബിനെ കാണാൻ വേണ്ടി. വരുന്നവര് സ്നോബിനെയാണ് നോക്കിയിരിക്കണം. സ്നോബിന്റെ കോലം നോക്കണ്ട. സ്നോബി ഇപ്പൊ വണ്ടി കഴുകുമ്പോ അതിന്റെ ഇടയിൽ സ്നോബിക്ക് വെള്ളം ഭയങ്കര ഇഷ്ടമാണ്. വെള്ളം ഇങ്ങനെ പോണ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതിനെങ്ങനെ തട്ടി കളിച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോ ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഡ്രസ്സ് മാറ്റിയിട്ട് പിന്നെ കുറച്ചു നേരം ഫോട്ടോ ഒക്കെ എടുത്ത് അത് എഡിറ്റിങ്ങിന്റെ പരിപാടിയിലായി. അത് കഴിഞ്ഞപ്പോ കിച്ചണിക്ക് പോയപ്പോ നല്ല ബീഫ് ബിരിയാണി ദമ്മിട്ടു. പിന്നെ ഒരു ഡ്രസ്സും കൂടി ഉണ്ടായിരുന്നു, അത് ഫോട്ടോ എടുക്കാൻ വേണ്ടി വേറൊരു സ്ഥലത്ത് പോയി. ഈ ഡ്രസ്സ് എന്റെ ചെക്കൻ മേടിച്ചെന്നാണ് കേട്ടോ. അത് കഴിഞ്ഞ് രാത്രി ഇപ്പയും എല്ലാരും പാടെ ട്രിപ്പിന്റെ പ്ലാൻ. അത് പിന്നെ പ്ലാനിങ് മാത്രമല്ല നടക്കുള്ളൂ, വേറൊന്നും നടക്കില്ല എന്നുള്ളത് ഫസ്റ്റ് ഓരോരുത്തർ ലാൻഡ് ആവാൻ തുടങ്ങിട്ടോ. പിന്നെ എന്നൊക്കെ ഇത്രയുള്ളൂ.